കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവുമായിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏകദേശം 2-3 വർഷമായി നായ്ക്കൾ വലിയൊരു ശല്യമായി തീർന്നിരിക്കുകയാണ്. ഒരുപാട് നായ്ക്കൾ മനുഷ്യനെ കടിക്കുന്നു, കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുന്നു, അവരെ കടിച്ചു കീറുന്നു. അതുപോലെ തന്നെ പലർക്കും വലിയ വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ്. കോളറിടാത്ത ഒരുപാട് നായ്ക്കൾ നമ്മുടെ നാട്ടിൽ ചുറ്റിത്തിരിയുന്നുണ്ട്. ഈ കോളറിടാത്ത നായ്ക്കളും ഒരു പരിധിവരെ ആളുകൾ എടുത്ത് വളർത്തിയിട്ട് പിന്നെ കളഞ്ഞവരാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് നാഥനില്ല കളരി പോലെയാണ് അവ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് 3 നായ്ക്കളാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത, ഈ നായ്ക്കൾ ഈ നാട്ടിലുള്ളവരെ ആരും ഇതുവരെ ഒന്ന് കടിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ നാട്ടിലുള്ള പലവരും അതിന് ബിസ്ക്കറ്റ് കൊടുക്കുന്നുണ്ട്, അതിനെ കെയർ ചെയ്യുന്നുണ്ട്. അതൊന്നും അവരുടെ സ്വന്തമായിട്ടില്ല. അപ്പോൾ നായ്ക്കളൊന്നും ചെയ്യുന്നില്ല, അവരെ ഉപദ്രവിക്കുന്നില്ല. നായ്ക്കൾ തമ്മിൽ കടിയൊക്കെ കൂടാറുണ്ട്, പക്ഷേ നായ്ക്കൾ ഒരിക്കലും മനുഷ്യരെ ഈ നാട്ടിൽ കടിക്കാറില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് എന്താണ് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നായ്ക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിന് വേണ്ടവണ്ണം ഭക്ഷണം കഴിക്കാനൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മനുഷ്യനെ കടിക്കില്ല. മനുഷ്യൻ്റെ പെരുമാറ്റം വളരെ ഡീസൻ്റ് ആണെങ്കിൽ ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കില്ല. കോളറിടാത്ത നായ്ക്കളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അവ ഉപദ്രവകാരികളല്ല, മനുഷ്യരോട് ഇടപഴകി ജീവിക്കുന്ന മൃഗങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള നായ്ക്കളും കേരളത്തിലുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. നമ്മൾ കാണുന്ന നായ്ക്കൾ ആരെങ്കിലും ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് ഭക്ഷണം വേണ്ടവണ്ണം കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഈ നായ്ക്കളൊക്കെ പലവരുടെയും വീട്ടിൽ ജനിച്ച് വളർന്നിട്ടുള്ളതാണ്. പിന്നെ യജമാനൻ അവരെ തള്ളി പറഞ്ഞു, അവർക്ക് കോളറൊന്നും ഇല്ലല്ലോ. അപ്പോൾ തന്നെ കാണാൻ കഴിയും അവർ തെണ്ടിത്തിരിഞ്ഞ് ദണ്ഡപ്പട്ടികളായി മാറിയിരിക്കുകയാണ്. അവരതിന് ഭക്ഷണത്തിന് വേണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. ഭക്ഷണത്തിന് വേണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കൾ എപ്പോഴും ഉപദ്രവകാരികളായിരിക്കും. കാരണം അവർക്കെപ്പോഴും വിശപ്പ് കാണും. അതുകൊണ്ട് വിശന്ന് ഒട്ടിയ വയറുമായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ആളുകൾ, മുതിർന്നവരോ ചെറുപ്പക്കാരോ ഭക്ഷണവുമായിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ആ ഭക്ഷണവുമായിട്ട് പോകുന്നവരെ ആക്രമിക്കുന്നത്. വേറെ ചില ഏരിയകളിലൊക്കെ ആരെങ്കിലും അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ആ ഏരിയയിൽ മനുഷ്യൻ പോകുമ്പോൾ മനുഷ്യനെ കടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിലൊരു മനഃശാസ്ത്രമുണ്ട്. നായ്ക്കൾ വെറുതെ മനുഷ്യനെ കടിക്കുകയല്ല. കാരണം മനുഷ്യനുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകി ജീവിക്കുന്ന ഒരു ജീവിയാണ് നായ്ക്കൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.